ഹായ് ഗായ്സ്, ഫൈനലി ഞാൻ യൂട്യൂബ് ചാനൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. കുറേ ആയി ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. പക്ഷേ ഇങ്ങനെ ജോർജിയയിൽ വരുന്ന സമയത്ത് ഇങ്ങനെ കുറേ വീഡിയോസ് എടുക്കണം, ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം, ഇങ്ങനെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റീൻ്റെ വ്ളോഗ് എടുക്കണം അങ്ങനെയൊക്കെ കരുതിയിരുന്നു. പക്ഷേ അത് കുറച്ച് ഹാർഡായിരുന്നു. കാരണം ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും കുറച്ച് ഭയങ്കര ഒരു എന്താ പറയുക, ഞങ്ങളിവിടെ വന്ന് അഡ്ജസ്റ്റ് ആയി കാര്യങ്ങളൊക്കെ പഠിച്ച് ആ ഒരു ഫ്ലോയിൽ പോകാൻ വേണ്ടി കുറച്ച് ടൈം എടുത്ത്. അതായത് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് വന്ന് എല്ലാം ഒന്ന് സെറ്റിലാവാൻ കുറച്ച് ടൈം എടുത്ത്. അപ്പം ഇപ്പം ഞാൻ തേർഡ് സെമ്മായി. അപ്പം ഞാൻ കരുതി ഇങ്ങനെ ഓരോരോ ഇപ്പോൾ കുറേ കുട്ടികൾക്ക് ഇങ്ങനെ എബ്രോഡ് പോയി. അപ്പം എന്താ പറഞ്ഞത്, ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും നമുക്ക് കുറച്ചൊരു പാടുള്ളതായിരുന്നു. അപ്പം നമ്മൾ തേർഡ് സെമ്മിലെത്തിയപ്പോൾ വലിയ ഇതൊന്നുമില്ല. തേർഡ് സെമ്മും പാടുള്ളത് തന്നെയാണ്. അപ്പം ഞാൻ കരുതി ഇങ്ങോട്ട് വരുന്ന കുട്ടികൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും, ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിടാം, ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക, ഓരോ പ്ലേസസ്, പിന്നെ ഇങ്ങനെ ഓരോരോ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണ്ടേ, യൂണിവേഴ്സിറ്റി എങ്ങനെയാണ്, പിന്നെ ഇവിടുത്തെ പഠിത്തം എങ്ങനെയാണ്, അതുപോലെ ഇന്ത്യൻ മെഡിസിനായിട്ട് സിമിലർ ആണോ, ഇവിടുത്തെ ലാംഗ്വേജ് എങ്ങനെയാണ്, ടീച്ചിങ് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡൗട്ടുണ്ട്. അപ്പം ഞാൻ കരുതി അങ്ങനത്തതൊക്കെ വീഡിയോ എടുത്തിടാം. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പം ഇന്നത്തെ വ്ളോഗ് ഞാൻ കരുതി ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിടാന്ന്. അപ്പോൾ ഇന്ന് എനിക്കൊരു ക്ലാസ് ഉണ്ട്. ഇന്ന് വെഡ്നസ്ഡേ നമുക്ക് കുറച്ചൊരു റിസ്ക് ഷെഡ്യൂളുള്ളൊരു ഡേ ആണ്. കാരണം 1 മണി തൊട്ട് 1 മണി തൊട്ട് 3 മണി വരെ ഒരു സെമിനാർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 4 മണിക്കൂർ ലെക്ചർ ഉണ്ട്, പിന്നെ 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് 6 മണിക്ക് മുതൽ 7 മണി വരെ വീണ്ടും ഒരു സെമിനാർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 8 മണി മുതൽ 9 മണി വരെ വേറൊരു ലെക്ചർ ഉണ്ട്. അത് കഴിഞ്ഞ് 9 to 10 വേറൊരു സെമിനാർ ഉണ്ട്. അപ്പം ഇന്ന് ഞങ്ങൾ പാക്ഡ് ആണ്, ഞങ്ങൾക്ക് 10 മണി വരെ ക്ലാസ് ഉണ്ട്. അപ്പം ഇന്ന് കുറച്ച് റിസ്ക് ഷെഡ്യൂൾ. അപ്പം ഞാൻ കരുതി ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിടാന്ന്. ഇതാണ് ഗൈസ് JJ, ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഞങ്ങൾക്ക് രണ്ടാൾക്കാണ് ഇന്ന് റിസ്ക് ഷെഡ്യൂൾ ഉള്ളത്. ഇന്ന് മൊത്തം ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലായിരിക്കും. അതെ, ഞങ്ങൾക്ക് ഇന്ന് റിസ്ക് ഷെഡ്യൂളും ആണ്, അതുപോലെ റിസ്ക് ടീച്ചേഴ്സാണ്. ഇതാണ് ഞാൻ താമസിക്കുന്ന ഹോസ്റ്റൽ. അപ്പോൾ ഇവിടുന്ന് യൂണിവേഴ്സിറ്റിയിലോട്ട് 1 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ചില സമയത്ത് ഞങ്ങൾ മെട്രോ എടുക്കും, അല്ലെങ്കിൽ ബസ്സിൽ പോകും. ഞങ്ങളെ റോഡ് ശരിയില്ല ഗൈസ്. ഹോസ്റ്റലിൽ നിന്ന് താഴെ പോകുന്ന ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന റോഡ് തീരെ കൊള്ളൂല. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. ഉടനെ ശരിയാവുമെന്ന് കരുതുന്നു. മുന്നേ ഞാൻ പറഞ്ഞുള്ളൂ റോഡ് ശരിയായില്ല. ഇന്നലെ പോലും റോഡ് ഇങ്ങനെയായിരുന്നു, പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് റോഡതാ ടാറിട്ട് ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെയും കൂടി ശരിയാക്കാനുള്ളൂ. ഇപ്പോൾ സമയം 3:30 ഗൈസ്. ഇങ്ങനെ നേരം വെളുത്തുണ്ടാകുമ്പോൾ ഞങ്ങൾ പോകുന്നത്, പക്ഷേ തിരിച്ചു വരുമ്പോൾ ഇരുടും. കാരണം തിരിച്ചു വരുമ്പോൾ 10 മണിയാവും. ഞങ്ങൾ നിൽക്കുന്നത് ജോർജിയയിൽ ടിബ്ലിസി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, അതായത് ജോർജിയൻ്റെ ക്യാപിറ്റൽ. അപ്പം ടിബ്ലിസിയിൽ ഇസാനിയിലാണ് ഞങ്ങളെ ഹോസ്റ്റൽ, അരാഗ്വേലിയിലാണ് ഞങ്ങളെ യൂണി. അപ്പോൾ ഇസാനിന്ന് അരാഗ്വേലിക്ക് 1 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് മെട്രോ എടുക്കാം. മെട്രോയിൽ കുറച്ചും കൂടി വേഗത്തും 1 മിനിറ്റ് കൊണ്ട് ഓരോരോ സ്റ്റോപ്പിലോട്ട് എത്തും. അപ്പോൾ അധികം ലേറ്റ് ആകുമ്പോൾ ഞങ്ങൾ മെട്രോ എടുക്കും, അല്ലാത്ത സമയത്ത് അതാണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ അവിടെ നിന്നാൽ ബസ് കിട്ടും. ഇതാണ് ഇസാനിയിലെ മെട്രോ സ്റ്റേഷൻ. ഇതാണ് സ്റ്റുഡൻറ്റ് കാർഡ്. ഇത് ടാപ്പ് ചെയ്തിട്ടാണ് മെട്രോയിൽ ഞങ്ങൾ കയറേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, അരാഗ്വേലിയിൽ നിന്ന് കാണുന്നതാണ് ഞങ്ങളെ യൂണിവേഴ്സിറ്റി. അപ്പോൾ അരാഗ്വേലിക്ക് പോകണമെങ്കിൽ ഈ സൈഡ് നിൽക്കണം. അങ്ങനെ ഞങ്ങൾ യൂണിവേഴ്സിറ്റി റോഡ് എത്തി. ഇനി യൂണിവേഴ്സിറ്റിയിലോട്ട് പോകണം.
ലെക്ചർ കയറാനുണ്ട്. ഓൾറെഡി ഞങ്ങൾ ലേറ്റായി, 4 മണിയായി. ഇനി ഓടി കയറണം. നമ്മൾ കുറച്ച് സീനാണ്, ലേറ്റായി ആ സീനാക്കണം. പക്ഷേ കുഴപ്പമില്ല, ഒരു 5 മിനിറ്റ് ലേറ്റായി ഒന്നും പറയില്ലായിരിക്കും. ഇതാ യൂണിവേഴ്സിറ്റി എത്തി. ഇതാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റീൻ്റെ ഓൾഡ് ബിൽഡിംഗ്, അതാണ് പുതിയ ബിൽഡിംഗ്. ഇപ്പോൾ ഓൾഡ് ബിൽഡിങ്ങിൽ കയറി ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പുതിയ ബിൽഡിങ്ങിലോട്ട് പോവാം, അല്ലെങ്കിൽ ഇങ്ങനെയും പോവാം. സ്റ്റെപ്പ് കയറാനുള്ള നേരമില്ല ഗൈസ്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയും പോകുന്നു. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഇതാണ് പുതിയ ബിൽഡിംഗ്, എസ്സിയുടെ പുതിയ ബിൽഡിംഗ്. അത് സിക്സ്ത് ഫ്ലോറിലാണ്. ഓടിക്കയറണം. ഓൾറെഡി ടൈമായി. ടൈം എത്രയായി ചേച്ചി? 4:06 ആയി. മിക്കവാറും ഇന്ന് ഞങ്ങളെ പുറത്താക്കും. അതെ, ഇത് അന്ന് ന്യൂ ഇയറിൻ്റെ പരിപാടിക്ക് ഇവർ ഡെക്കറേറ്റ് ചെയ്തതാണ്. ഇവർക്ക് ഇനി ന്യൂ ഇയർ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിങ്ങനെ കിടക്കുന്നു. അതെ, അവർക്കെന്നും പുതിയ വർഷം, അതുകൊണ്ട് അവരത് ഇനിയും ഊരിയിട്ടില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. മനാനെ ഇന്ന് ഞങ്ങൾ പുറത്താക്കിയിട്ടില്ലെങ്കിൽ രക്ഷപ്പെടും. അവർ മിക്കവാറും അടിച്ച് പുറത്താക്കും. ക്ലാസ്സിൽ ആരുമില്ല. ഒരു ക്ലാസ് കഴിഞ്ഞു. ഇതിപ്പോൾ 2ാമത്തെ ക്ലാസ്സാണ്. 2ാമത്തെ ലെക്ചറിന് കയറാൻ പോവാം. 1 മണിക്കൂർ ഉണ്ടായത് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് ആയിരുന്നു. ഇപ്പം ഞങ്ങൾ കയറാൻ പോകുന്നത് ബോഡി ഫങ്ഷൻ്റെ ഫിസിയോളജിക്ക്. അപ്പോൾ ആ മാമിൻ്റെ സെമിനാറിനായിരിക്കും ഇപ്പം ഞങ്ങൾ കയറാൻ പോകുന്നത്. 10 മണിക്കുള്ള ക്ലാസ് ഞങ്ങൾ മുൻകൂട്ടി ഇപ്പം തന്നെ കയറാൻ പോകുക. അപ്പം ഞങ്ങൾക്ക് 10 മണി വരെ ഇരിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നേരത്തെ കഴിഞ്ഞില്ലേ ഒരു മാം ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ്, അത് ലെക്ചറായിരുന്നു കഴിഞ്ഞത്. ഇപ്പം ഞങ്ങൾ അവരുടെ സെമിനാറിന് കയറണം. അപ്പോൾ അവർ ഈ ലെക്ചറിൽ പറഞ്ഞ സെയിം സാധനം വീണ്ടും സെമിനാറിൽ പറയും. പക്ഷെ നമുക്കത് കയറിയേ പറ്റൂ, അല്ലെങ്കിൽ അറ്റൻഡൻസ് പോകും. അപ്പം നമുക്കത് വീണ്ടും കയറണം. ഗൈസ്, ഞങ്ങളെ മാം വന്നു. ഇതാണ് ഞങ്ങളെ ഫിസിയോളജി മാം ഗൈസ്. ക്ലാസ്സിൽ കുറച്ച് പേരേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ഗായ്സ്. ഇന്ന് ഞങ്ങൾക്ക് കാർഡിയക് ഔട്ട്പുട്ടിനെ കുറിച്ചായിരുന്നു സെമിനാർ. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? നല്ല ക്ലാസ് ആയിരുന്നു. മാം നല്ല മാമാണ്. നല്ല വൃത്തിക്ക് എക്സ്പ്ലെയിൻ ആക്കുന്ന മാം. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ക്ലാസ്. ഇനിയിപ്പോൾ വീണ്ടും ഞങ്ങൾ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് സെമിനാറിന് കയറാൻ പോകുന്നത്. ആ സബ്ജക്റ്റ് എന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അത് ആക്ച്വലി ഇമ്പോർട്ടൻസ്. അതിനെ ഞങ്ങളിങ്ങനെ ക്ലാസ്സിലോട്ട് വന്നപ്പം ഇവിടെ വേറൊരു ലെക്ചർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനാട്ടമി ലെക്ചറാണിത്. കണ്ടാവും, ലെക്ചറോൾ എന്നും ഫുള്ളായിരിക്കും. പക്ഷേ ചില ടീച്ചേഴ്സിൻ്റെ ലെക്ചേഴ്സിന് മാത്രം പിള്ളേർ വരില്ല. പക്ഷെ അവർ അവസാനം സീൻ ഉണ്ടാക്കും. അതുകൊണ്ട് ഞങ്ങൾ ലെക്ചറും സെമിനാറും ഒക്കെ കൃത്യമായി അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവസാനം വെച്ച് പ്രശ്നമാക്കും. ഇപ്പോൾ ഇങ്ങനെ ചില ലെക്ചർ ഹാളും ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. കണ്ടു, ജ്യോതിക അവിടെ പോയി ഇരുന്ന് ഫോണിലിട്ടുന്നു ഗൈസ്. ക്ലാസ് കഴിഞ്ഞു. ഇനി തിരിച്ച് റൂമിലോട്ട് പോകും, അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പം ജോ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങി ഗൈസ്. അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആയതുകൊണ്ട്
ക്ലാസ്സിൽ ആക്ച്വലി കുട്ടികൾ ഉണ്ടെന്നില്ല, അപ്പം മാം ഞങ്ങളെ ശ്രദ്ധിക്കും. അപ്പം ഞങ്ങൾക്ക് ഫോൺ നോക്കാനും പറ്റൂല, ഉറങ്ങാനും പറ്റൂല, ശ്രദ്ധിക്കാതിരിക്കാനും പറ്റൂല. കാരണം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞങ്ങളോടായിരിക്കും. അപ്പം ഞങ്ങൾ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കണം. അപ്പം ഈ ക്ലാസ് കഴിഞ്ഞ് ഇനി നമ്മൾ താഴോട്ട് പോവുക. ഇതാണ് ഞങ്ങളുടെ പൂക്കി ഐശ്വര്യ, എൻ്റെ ജൂനിയറാണ്. നല്ല കുട്ടിയാണ്, ഫാൻസ് ഉണ്ട്. ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഐശ്വര്യനും കൂടി കൂട്ടി തിരിച്ചു പോവാ. ഗൈസ്, ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഫിദ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു. പാവം നാട്ടിൽ പോയി 12-ാം തീയതി വരാൻ നിന്ന ആള് പനി പിടിച്ച് ക്യാൻസലായി. വീണ്ടും 19-ാം തീയതി ടിക്കറ്റ് എടുത്ത അതും ക്യാൻസലായി. 29-ാം തീയതി വരാൻ നിന്ന അതും ക്യാൻസലായി. എന്നിട്ട് 1-ാം തീയതിയാണ് ഇവിടെ ലാൻഡ് ആയത്. ഭാഗ്യം ഫൈനലി. അതെ, ഫിദയുടെ ഹോസ്റ്റലിലോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ബസ് 23 മിനിറ്റ്. അപ്പം ഞങ്ങൾ വേറെ ഏതെങ്കിലും ബസ് എടുത്ത് നടന്ന് പോകാം. ഫിദ, ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഫിദനെ കുട്ടി നേരെ ഫുഡ് കഴിക്കാൻ വന്നു. വിശന്നിട്ട് വയ്യ, മെസ്സില്ല. അപ്പോൾ ഹോസ്റ്റലിൽ പോയിട്ട് കുക്ക് ചെയ്യാനുള്ള ക്ഷമയില്ല. അപ്പം ഫിദന്റെ ഹോസ്റ്റലിലോട്ട് നടന്ന് പോവാണ്. ഫിദ നാട്ടിൽ നിന്ന് എൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കൊടുത്തയച്ച കുറച്ച് സാധനങ്ങൾ. അപ്പം അത് ഞാൻ എടുക്കാൻ പോവുക. അല്ല ഫിദ, ഫിദക്ക് തീരെ മൂടില്ല. ഫിദക്ക് ഹോം സിക്നെസ്, നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ഒക്കെ ഹോം സിക്നെസ് ആണ്. വീട്ടുകാരെ കാണണമെന്ന്. ഫ്ലൈറ്റുകളും ഇതാക്കി തന്നാൽ ഞാൻ പോകും. ഫിദന്റെ ഹോസ്റ്റലിലേക്ക് ഒരു 1 കിലോമീറ്റർ ഇല്ല, പക്ഷെ കുറച്ച് നടക്കാനുണ്ട്. കാരണം ഇവരുടെ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ എയർപോർട്ട് റോഡിലാണ്. അപ്പം അങ്ങോട്ട് കയറി പോകാൻ കുറച്ച് സമയം എടുക്കും. ഇത് എനിക്ക് ഫ്ലാഷ് ഇട്ടിട്ടുണ്ട് ഗൈസ്, ഭംഗിയായി കാണാൻ വേണ്ടി. ഭംഗിയില്ലാത്തോണ്ടേ. അതെ അതെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്ന് കൊടുത്തയച്ച സാധനങ്ങൾ അത് തുറന്ന് നോക്കാനുള്ള ഒരു അതെ ഹരം. വാക്കുകൾ വരുന്നില്ല. ആദ്യം ഞാൻ സ്റ്റേ ചെയ്തിരുന്നത് ഇതേ ഹോസ്റ്റലിലാട്ടോ. ഫിദ നിൽക്കുന്ന അതേ ഹോസ്റ്റലിൽ. ഗൈസ്, ഫിദ താമസിക്കുന്ന അതേ ഹോസ്റ്റലിലാണ് ഞാനും സ്റ്റേ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ വേറൊരു മലയാളി ഹോസ്റ്റലിലും ഫിദ ഈ ഹോസ്റ്റലിലും. അല്ല, ഫിദ എന്ന് പറയുമ്പോൾ ഫിദനെ അറിയുന്നാക്കും എന്നെ അറിയുന്നാക്കും അറിയാം. ഫിദ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗൈസ്. ആൻഡ് നമ്മൾ സ്കൂൾ മുതലേ ഒരുമിച്ച് പഠിച്ച്, അത് കഴിഞ്ഞിട്ട് +1 +2 ഞങ്ങൾ വേറെ പഠിച്ച്. പിന്നെ ഞാൻ ജോർജിയയിലോട്ട് വന്ന് ഞാനൊരു സെക്കൻഡ് സെം ആയപ്പം ഫിദ ജോയിൻ മീ ഹിയർ. വിട്ട് നിൽക്കാൻ പറ്റിയിട്ടില്ല. അതെ, ആൻഡ് ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് അവിടെ ജോർജിയയിൽ. ഇതാണ് ഇവിടുത്തെ മറ്റേ ഗൂഡ്സ് ഒക്കെ പോകുന്ന ട്രെയിൻ പാലം. ഇതാണ് ഫിദന്റെ ഹോസ്റ്റൽ. ഹായ് സിരി. രാത്രി ആയികം വാങ്ങിയിട്ട് തിരിച്ചു പോവാൻ ഞാൻ ഹോസ്റ്റലിലോട്ട്. ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ ഗൂഡ്സ് പോകുന്ന ആ പാലം. ട്രെയിന് പോകുന്നു. ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പക്ഷെ പണി കിട്ടിയെന്ന് തോന്നുന്നു.
ബസ് 12 സ്റ്റോപ്പ് അവയാണ് ഉള്ളത്. അപ്പം ഞാനിനി 12 മിനിറ്റ് വെയിറ്റ് ചെയ്താലേ എനിക്ക് ബസ് കിട്ടും. ഇവിടുന്ന് ഞങ്ങളുടെ താഴോട്ട് പോകാൻ ഒരൊറ്റ ബസ്സുള്ളൂ, 337 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 337 വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ആ കാണുന്നതാണ് നമ്മളെ SCUവിൻ്റെ ബിൽഡിംഗ്. പണി പാടി. ഇതിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് പോന്നപ്പം നല്ല മഴയായി. സാധനങ്ങളൊക്കെ മിക്കവാറും നനയും. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര പാക്ഡാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഫിദയെ കൂട്ടി ഫുഡ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞ് ഫിദൻ്റെ റൂമിൽ പോയി സാധനങ്ങളെടുത്ത് ഓൾറെഡി ലേറ്റായി ആൻഡ് മൊത്തത്തിൽ ടയേർഡായി. ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച സാധനങ്ങൾ അൺപാക്ക് ചെയ്യാൻ വേണ്ടി. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഭയങ്കര ടയേർഡാണ്. ഇന്ന് രാവിലെ മുതലേ ഓട്ടാണ്, ക്ലാസ് പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം ഞാൻ തിരിച്ചിപ്പോൾ റൂമിലോട്ട് ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇവിടെ അങ്ങനെ പിന്നെ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, കാരണം സേഫാണ് ഇവിടെ. അങ്ങനെ രാത്രി ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, സേഫ്റ്റി ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് കാർഡ് ഉണ്ടല്ലോ, സ്റ്റുഡൻറ്റ് കാർഡ് ഉണ്ട്. അപ്പം ബസ്സിൽ കയറുകയാണെങ്കിൽ തന്നെ ഒരു ടാപ്പിന് 0.20 ആവുള്ളൂ. അപ്പോൾ 1 മണിക്കൂറത്തേക്ക് ഞങ്ങൾക്ക് ആ ബസ് ഇറങ്ങി വേറെ ഏത് ബസ് കയറുകയാണെങ്കിൽ, ഏത് മെട്രോ കയറുകയാണെങ്കിലും ഞങ്ങൾക്ക് ഫ്രീ ആയിരിക്കും, 0 ആയിരിക്കും, 0.00. അപ്പം ഇവിടെ ട്രാവലൊക്കെ ഭയങ്കര ചീപ്പാണ്. അപ്പം പേടിക്കാനില്ല. ഇനി അഥവാ ഞങ്ങൾ ലേറ്റ് ആകുകയാണെങ്കിൽ തന്നെ ബസ് ഉണ്ടാവും. മെട്രോ ഉണ്ടാവില്ല, മെട്രോ 12 മണിയാവുമ്പോൾ മെട്രോ ക്ലോസ് ആവും. പക്ഷേ ബസ് ഉണ്ടാവും, ബസ്സിൽ കയറാൻ പോയാൽ മതി. പക്ഷെ ഇന്ന് ഞാൻ നടക്കാൻ വിചാരിച്ചു, പക്ഷെ അത് പണി പാളിപ്പോയി. നല്ല മഴയാണ്, മഴ. ഇനിയിപ്പോൾ എൻ്റെ സാധനങ്ങൾ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ യൂണിവേഴ്സിറ്റീൻ്റെ വ്ളോഗും പിന്നെ ഇവിടുത്തെ പാർട്ട് ടൈമിനെ കുറിച്ചിട്ടും അങ്ങനെ വേറെ കോഴ്സുകളെ കുറിച്ചിട്ടൊക്കെ ഓരോരോ വീഡിയോ ഇടും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. മഴ നല്ല സ്ട്രോങ് ആവുന്നുണ്ട്. അതിന് മുന്നേ ഞാൻ വീട്ടിലെത്താൻ നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.